ഇപ്പോൾ സ്ത്രീകളിൽ പ്രധാനമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് എൻഡോമെട്രിയോസിസ്. ഈ ഒരു എൻഡോമെട്രിയോസിസ് കണ്ടീഷൻ ഉള്ളവർ എന്തെല്ലാം ആഹാരത്തിൽ ശ്രദ്ധിക്കണം? ഞാൻ പെൻസിഹ ഇമ്പച്ചിവാവ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ്. ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഫോളോ ചെയ്യാനാണ്. ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അറിയുന്നത് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. omega-3 ഫാറ്റി ആസിഡ്സിന് നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ omega-3 അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ എന്ന് പറയുന്നത് മീനുകളായ മത്തി, സാൽമൺ, ട്യൂണ എന്നിവയിൽ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ് ഓയിൽ ഇവയിലെല്ലാം omega-3 അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ സിംറ്റംസ് കുറയ്ക്കാനും ഇതിൻ്റെ ഒരു സിവിയാരിറ്റി കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ്. ഫൈബർ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇലക്കറികളൊക്കെ ധാരാളമായി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് നമ്മുടെ ബോഡിയിലുള്ള ഈസ്ട്രജൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി എൻഡോമെട്രിയോസിസ് ഉള്ളവർ എന്തെല്ലാം ഫുഡ് ഒഴിവാക്കണം? മെയിനായിട്ട് അവർ ഒഴിവാക്കേണ്ടത് റെഡ് മീറ്റ്സ്, അതായത് ചുവന്ന മാംസ്യം, അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷുഗറിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കാം. ഒരുപാട് തവണ കുക്ക് ചെയ്ത ഓയിലിൽ തന്നെ പിന്നെ റിപ്പീറ്റ്ലി കുക്ക് ചെയ്ത ഫുഡുകൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഇതുകൊണ്ടുണ്ടാകുന്ന സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൂടുതൽ ഡയറ്റിനെ പറ്റി അറിയുവാൻ നിങ്ങൾക്കൊരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.